Hi viewers, welcome to Maya's Kitchen Secrets. ഇന്ന് കടായി പനീറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ചീനിച്ചട്ടിക്കാണ് കടായി എന്ന് ഹിന്ദിയിൽ പറയുന്നത്. കുറച്ച് ക്യാപ്സിക്കവും ഉള്ളിയും ഒക്കെ വലുതായി കട്ട് ചെയ്ത് പനീറിൻ്റെ കൂടെ ഉണ്ടാക്കുന്ന ഒരു സബ്ജിയാണ്. ചപ്പാത്തിക്ക് വ്യത്യസ്തമായ കറി വേണമെന്ന് ആഗ്രഹമുള്ളവർ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. മസാല പൗഡർ ഉണ്ടാക്കുന്നതിനായി 3 ടേബിൾ സ്പൂൺ കൊത്തമല്ലിയും 3 വറ്റൽമുളകും ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ടയും 4 ഗ്രാമ്പൂവും 1/2 ടീസ്പൂൺ കുരുമുളകും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. എണ്ണ ഒട്ടും ഒഴിക്കാതെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. എരിവ് എത്ര വേണമെന്നതനുസരിച്ച് കുരുമുളകും മുളകും ഒക്കെ ആഡ് ചെയ്താൽ മതി. ആവശ്യത്തിന് ഗ്രേവി ഉള്ള കടായി പനീറാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഗ്രേവി വേണമല്ലോ. ഈ മസാല പൊടിച്ചെടുക്കുക. ഈ കറി എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ കാരണവും ഈ മസാല തന്നെയാണ്. കടായി പനീറിന് വേണ്ടി ഇത്രയും പനീറാണ് എടുത്തിരിക്കുന്നത്. ഇത് 20 പനീർ ക്യൂബ്സ് ഉണ്ട്. കടയിൽ നിന്ന് വാങ്ങിയ പനീറാണെങ്കിൽ ഇതുപോലെ തിളച്ച വെള്ളം ഒഴിച്ച് കുറച്ച് നേരം വെച്ചിട്ട് വെള്ളം ഊറ്റിക്കളയുക. ചൂടായ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 2 ഉള്ളി വലുതായി കട്ട് ചെയ്തത് ചേർക്കുക. ഇവയെല്ലാം ചെറുതീയിൽ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. 2 തക്കാളി കട്ട് ചെയ്തത്, 8 കാഷ്യൂ നട്ട്സ് ഇവ ചേർക്കുക. ഗ്രൈൻഡ് ചെയ്യുവാനുള്ളത് കൊണ്ട് 1 by 1 ആയി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഫ്രൈ ആയ ഈ മസാല ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഗ്രൈൻഡ് ചെയ്യേണ്ടത്. അതേ പാനിൽ തന്നെ അല്പം എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ ജീരകം കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ഒരു മുളക് കീറിയതും ഓൾ സ്പൈസസ് അഥവാ സർവ്വസുഗന്ധി ഇലയും കൂടി ചേർത്ത് വഴറ്റിയെടുക്കുക. ഈ ഇല ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ് കറികൾക്ക് കിട്ടുന്നത്. അതിൻ്റെ കൂടെ ഒരു ഉള്ളിയും ക്യാപ്സിക്കവും വലുതായി കട്ട് ചെയ്ത് ചേർത്ത് ഫ്രൈ ചെയ്യുക. ഇവ ഫ്രൈ ആയി വരുമ്പോൾ അരച്ചു വച്ചിരിക്കുന്ന മസാല പേസ്റ്റ് ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഇളക്കുക. പൊടിച്ചു വച്ചിരിക്കുന്ന മസാല പൗഡർ ചേർത്ത് കുറച്ചു നേരം കുക്ക് ചെയ്യുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്യുക. ഗ്രേവി തിക്കായിട്ടാണ് വേണ്ടതെങ്കിൽ ഇത്രയും വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് മാത്രം ഒഴിച്ചാൽ മതിയാകും. ഈ ഗ്രേവി തിളയ്ക്കുമ്പോൾ പനീർ ക്യൂബ്സ് കൂടി ഇട്ട് 2 മിനിറ്റ് കുക്ക് ചെയ്യുക. ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിൽ ആഡ് ചെയ്യാം. തയ്യാറായ കറിയിലേക്ക് കൊറിയാണ്ടർ ലീവ്സും അല്പം ക്രീമോ അല്ലെങ്കിൽ ഒരു ചെറിയ ക്യൂബ് ബട്ടറോ ചേർത്ത് ഗാർണിഷ് ചെയ്യാം. കടായി പനീർ, ചപ്പാത്തി, നാൻ, അതുപോലെ ഫ്രൈഡ് റൈസ് ഇവയുടെ എല്ലാം കൂടെ കൂട്ടി കഴിക്കാവുന്നതാണ്.